നമസ്കാരം. കാലവർഷം എത്തും മുൻപേ സംസ്ഥാനത്തെ 7 ജില്ലകളിൽ പ്രളയസമാന സ്ഥിതിവിശേഷമുണ്ടായതായി റവന്യൂ ദുരന്ത നിവാരണ വകുപ്പുകളുടെ സംയുക്ത റിപ്പോർട്ട്. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, എറണാകുളം, തൃശൂർ ജില്ലകളിലാണ് മഴക്കാലത്തിനു മുൻപേ ഈ ഗുരുതര സാഹചര്യം. വെള്ളക്കെട്ട് ഉൾപ്പെടെ മഴയുമായി ബന്ധപ്പെട്ട പ്രകൃതിക്ഷോഭങ്ങൾ 217 വില്ലേജുകളെ ബാധിച്ചതായും റിപ്പോർട്ടിൽ പറഞ്ഞു. മെയ് 14 ശേഷം 19 പേരാണ് മരിച്ചത്. ഇതുവരെ 7500 പേരെ മാറ്റിപ്പാർപ്പിച്ചു. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, എറണാകുളം, തൃശൂർ ജില്ലകളിലായി 2500ഓളം കുടുംബങ്ങൾ 111 ദുരിതാശ്വാസ ക്യാമ്പുകളിലായി കഴിയുന്നു. 850ഓളം വീടുകൾ തകർന്നു. മാർച്ച് 1 മുതൽ മെയ് 30 വരെ കേരളത്തിൽ 40% അധിക മഴ പെയ്തു. ഇതിലേറെയും മെയ് മാസമാണ് ലഭിച്ചത്. സാധാരണ ശരാശരി 34.74 സെന്റിമീറ്റർ വേനൽ മഴയാണ് സംസ്ഥാനത്തിനാകെ ലഭിക്കുക. എന്നാൽ ഇത്തവണ ശരാശരി 48.57 സെന്റിമീറ്റർ പെയ്തു. വില്ലേജ് മുതൽ ജില്ലാതലം വരെ ദിവസേന വിവരം ശേഖരിച്ച് തയ്യാറാക്കിയ റിപ്പോർട്ട് മുഖ്യമന്ത്രിയുടെ ഓഫീസിനും സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിക്കും സമർപ്പിച്ചിട്ടുണ്ട്. കാലവർഷം എത്തിയതായി പ്രഖ്യാപനം വന്നതോടെ ഇനിയുള്ള മഴക്കെടുതികൾ കാലവർഷക്കെടുതിയുടെ ഭാഗമായാണ് കണക്കാക്കുക. ഇപ്പോൾ തെക്കൻ കേരളത്തിൽ അറബിക്കടലിൽ ചക്രവാത ചുഴിയും കേരള തീരത്ത് പടിഞ്ഞാറൻ കാറ്റും നിലനിൽക്കുന്നു. കേരള തീരത്ത് നിന്ന് അടുത്ത 2 ദിവസം മത്സ്യബന്ധനത്തിന് പോകാൻ പാടില്ല. അതേസമയം ആലപ്പുഴ ജില്ലയിൽ ഇന്നലെ 2 പേർ മുങ്ങി മരിച്ചു. പള്ളിപ്പുറം പഞ്ചായത്ത് 1-ാം വാർഡ് ഇടത്തട്ടിൽ അശോകൻ, കായംകുളം ചെറിയ പത്തിയൂർ മങ്ങാട്ടുശ്ശേരിൽ ആനന്ദവല്ലി എന്നിവരാണ് മരിച്ചത്. കൊല്ലം ജില്ലയിൽ കഴിഞ്ഞ ദിവസം മഴക്കെടുതിക്കിടെ കണിയാംതോട്ടിൽ കാണാതായ മുഹമ്മദ് നൂഹിന്റെ മൃതദേഹം കണ്ടുകിട്ടി. പിറവന്തൂർ വില്ലേജിലെ വത്സലയെ കല്ലടയാറ്റിലും ആദിച്ചനല്ലൂർ വില്ലേജിലെ രാജശേഖരൻ നായരെ കല്ലടയാറ്റിലും വീണ് കാണാതായി. കേരളത്തിൽ കാലവർഷം എത്തിയതിന് പിന്നാലെ ചക്രവാത ചുഴിയും രൂപപ്പെട്ട സാഹചര്യത്തിൽ അടുത്ത ദിവസങ്ങളിൽ മഴ ശക്തമാകുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിപ്പ് തന്നിട്ടുണ്ട്. ഈ സാഹചര്യത്തിൽ ഇന്ന് കേരളത്തിലെ 12 ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് ഇന്ന് യെല്ലോ അലർട്ട് ഉള്ളത്. കേരള തീരത്ത് ഇന്ന് രാത്രി ഉയർന്ന തിരമാലയ്ക്കും കടലാക്രമണത്തിനും സാധ്യതയുണ്ടെന്ന് ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രവും അറിയിച്ചിട്ടുണ്ട്.